ഹായ് മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സുഹൃത്തുക്കളുമായി ഞാൻ പങ്കുവെക്കുന്നത്. ഇപ്പോൾ ഈ കുംഭമാസത്തിലെ ഉണക്ക്, അതികഠിനമായ ഉണക്കാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നട്ടിട്ടുള്ള ഈ പച്ചക്കറികൾക്കെല്ലാം സഹിക്കാതിനും അപ്പുറമുള്ള ഒരു ചൂട് ആണ് ഇപ്പോഴുള്ളത്. അപ്പോൾ ആ ചൂടിനെ അതിജീവിക്കാനും അതുപോലെ തന്നെ ഈ കൊടും ചൂടിൽ വരണ്ടു പോകുന്ന ഈ ചൂടിനെ അതിജീവിക്കാൻ കഴിവില്ലാതെ നമ്മുടെ പച്ചക്കറികളൊക്കെ അത് ഉൽപ്പാദനം നിർത്തി കുറഞ്ഞു പോകുന്ന അല്ലെങ്കിൽ നശിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് വരികയൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ ചൂടിനെ അതിജീവിക്കാനുള്ള ഒരു ജൈവവളം നമുക്ക് തയ്യാറാക്കി അത് നമ്മുടെ പച്ചക്കറി ചെടികൾക്ക് ഒഴിച്ചു കൊടുത്താൽ ഒരു പരിധി വരെയൊക്കെ ആ കൊടും ചൂടിനെ അതിജീവിക്കാൻ കഴിയും. ആ പച്ചക്കറിയുടെ വളമാണ് ഞാനിന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത്. നോക്കിയിട്ട് ഇത് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് കുറേയധികം നമുക്ക് വെറുതെ കിട്ടുന്ന വസ്തുക്കൾ ഉപയോഗിച്ചാൽ അത് പഴത്തൊലി, നമ്മൾ പഴമൊക്കെ തിന്നിട്ട് കളയുന്ന ആ പഴത്തൊലി, അതുപോലെ തന്നെ നമ്മുടെ ചീമക്കൊന്നയുടെ ഇല, അതുപോലെ തന്നെ നമ്മുടെ ഉപ്പില അഥവാ വട്ടയില. അപ്പോൾ ഈ ഇലകൾ, ഈ പഴത്തൊലി, ഇത് കൂടാതെ വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, ഒപ്പം അല്പം ശർക്കര, ഇത്രയും സാധനങ്ങൾ ചേർത്താണ് ഈ വളം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ വളം ഉണ്ടാക്കി ആദ്യം ഞാൻ ഒന്ന് പരീക്ഷിച്ച് നോക്കിയപ്പോൾ ആ ചെടികൾ, നശിക്കാറായ ചെടികൾ നല്ല രീതിയിൽ കിളിർത്ത് വരികയും ഒപ്പം പുഷ്പിക്കുകയും കായകൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തു. അപ്പം ആ വിവരങ്ങളൊന്ന് അറിയിക്കുക. അതാണ്ട അത് നോക്കിയാട്ടോ. ഇപ്പം നിങ്ങൾ നോക്കിയാട്ടോ, ഈ പയർ ചെടി ഒരു 4 മാസം ആയപ്പോഴത്തേന് ഇതിൻ്റെ ഉൽപ്പാദനമൊക്കെ കഴിഞ്ഞ് 3.5-4 മാസമായി ഉൽപ്പാദനമൊക്കെ കഴിഞ്ഞ് ഇത് ഉണങ്ങി പോകാൻ, നശിച്ചു പോകാൻ തുടങ്ങിയ ഒരു സാഹചര്യത്തിലാണ് ഈ തരത്തിലുള്ള ഒരു ലായനി വളം ഞാൻ തയ്യാറാക്കി ഒന്ന് ഒഴിച്ചു നോക്കിയപ്പോൾ നല്ല മാറ്റമാണ് ഉണ്ടായത്. നോക്കിയാട്ടെ, ഇതിൻ്റെ ചുവടിൽ നിന്ന് തന്നെ ധാരാളമായിട്ട് ശിഖരങ്ങൾ ഉണ്ടായി വരികയും നല്ല രീതിയിൽ പൂക്കുകയും കായ്കളൊക്കെ ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ആ വിവരങ്ങൾ സുഹൃത്തുക്കളുമായിട്ട് ഞാൻ പങ്കുവെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കായ്കൾ നശിച്ചു പോകുമെന്ന് ഞാൻ വിചാരിച്ച, പക്ഷേ ഇത് കായ്കളൊക്കെ ഉണ്ടായി. അതുപോലെ തന്നെ ഒരു മൂട് പാവൽ ഞാൻ ഇതിൻ്റെ കൂടെ നട്ടു നോക്കി. ഇതാണ്ട് അതിലും ഒരു കായൊക്കെ ഉണ്ടായി. അപ്പോൾ ഇതൊരു അത്ഭുത വളമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതാണ്ട് ഇത് ഒരു മൂട് പാവലാണ്. ആ പാവലെ കായ ഉണ്ടാകട്ടോ. ഞാൻ ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള ഒരു ഗുണങ്ങളാണ് നമ്മളിത് കണ്ടത്. അപ്പോൾ അത് സുഹൃത്തുക്കളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാനാണ് ഞാനിപ്പം ഈ വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ വളം ചെയ്യുന്ന മറ്റ് എല്ലാ ലായനി വളങ്ങളും നമ്മൾ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഈ വളവും നമ്മൾ എടുക്കുന്ന പാത്രത്തിൻ്റെ, ഏത് പാത്രത്തിലാണോ നമ്മൾ എടുക്കുന്ന ആ പാത്രത്തിൻ്റെ 10 ഇരട്ടി വെള്ളം കൂടി ചേർത്ത് വേണം നമ്മൾ ഒഴിക്കാനും. പിന്നെ ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ ഉണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈർപ്പം നിലനിർത്തണം. നമ്മൾ ഈ ഒഴിച്ചു കൊടുക്കുന്ന പയർ ചെടിയായാലും മറ്റേത് ചെടിയായാലും ഈർപ്പം നിലനിർത്തണം. ഈർപ്പം നിലനിർത്തേണ്ട ഒരത്യാവശ്യമുണ്ട്. അപ്പം നമ്മൾ ഇതിന് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. നമ്മൾ ഇതിന് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അല്പം അകലെ, അതായത് ഈ ചെടിയുടെ തൊട്ട് മുകളിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കരുത്. ചുവട്ടിൽ നിന്നും അല്പം മാറി വേണം ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, രാവിലെയും വൈകിട്ടും നനച്ചു കൊടുക്കണം. എങ്കിൽ മാത്രമേ ഈ വളം എടുക്കുകയുള്ളൂ. അതുപോലെ ഇത് ഒരു മൂട് പടവലമാണ്. പടവലം ഞാൻ നട്ടത് ഈ വളം എങ്ങനെ ഇതിന് പ്രയോജനം ചെയ്യുന്നുവെന്ന് അറിയാൻ വേണ്ടി നട്ടതാണ്. അപ്പോൾ ഈ വളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല മാറ്റമാണ് കാണുന്നത്. അത് നല്ല രീതിയിൽ വളരുന്നുണ്ട്, ശക്തമായ രീതിയിൽ വളരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മൂട് പാവൽ വീണ്ടും ഞാൻ ഇട്ട് നോക്കി. ഈ വളത്തിൻ്റെ ഗുണം അറിയാൻ വേണ്ടിയാണ്. പക്ഷേ അത് വളരെ കുട്ടിക്കാലം മുതൽ തന്നെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ട് ചെറിയ കുഞ്ഞായിരുന്നപ്പോൾ തന്നെ അതിന് പാവയ്ക്ക ഉണ്ടായി. അപ്പോൾ ഇത് വളരെ അത്ഭുതങ്ങളുണ്ടാണ് പാവയ്ക്കയായി വരാൻ. അതായത് പെൺപൂവാണിത്. ഇത് പാവയ്ക്ക വരും. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ട് കാണാം. അപ്പോൾ ഒരു പരീക്ഷണം എന്ന നിലയിലാണ് ഞാൻ ഇതെല്ലാം ചെയ്തു നോക്കുന്നത്. ആ പരീക്ഷണം വിജയിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഈ വിവരങ്ങൾ അറിയിക്കും. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇത് പയറിന് മാത്രമല്ല, നമുക്ക് പച്ചക്കറികൾക്കെല്ലാം ഒഴിച്ചു നോക്കാൻ പറ്റുന്നതും വളരെ പ്രയോജനപ്രദവുമായ ഒരു അത്ഭുത വളക്കൂട്ടാണ്. ചൂടിനെ അതിജീവിക്കാനൊക്കെ നമുക്ക് എല്ലാ സസ്യങ്ങൾക്കും ഒഴിച്ചു കൊടുക്കാൻ സാധിക്കും. പക്ഷേ ഒരു കാര്യം മാത്രം നമ്മൾ ഓർക്കണം, ഈർപ്പം നിലനിർത്താൻ രാവിലെയും വൈകിട്ടും വെള്ളം ഒഴിച്ചു കൊടുത്തെങ്കിലേ ഈ ഉദ്ദേശിക്കുന്ന ഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ കഴിയുമെങ്കിൽ അല്പം തോലോ ഇലയോ വല്ലതൊക്കെ നമുക്ക് ഒഴിച്ച് ഇതിൻ്റെ മുമ്പിലിട്ട് കൊടുക്കുന്നതും നല്ലതാണ്.
അപ്പോൾ ഇത് നമുക്കിനി അടുത്തതായിട്ട് നിത്യവഴുതനയ്ക്ക് ഒഴിച്ചു കൊടുത്തപ്പോഴുണ്ടായ പ്രയോജനങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. സുഹൃത്തുക്കളെ, സാധാരണഗതിയിൽ നിത്യവഴുതന പുഷ്പിച്ച് കായ്ഫലം ഉണ്ടാവാൻ വേണ്ടി 2-2.5 മാസമൊക്കെ എടുക്കും. എന്നാൽ നമ്മൾ ഈ വളം പരീക്ഷണാർത്ഥം ഒന്ന് ഒഴിച്ചു നോക്കിയപ്പോൾ ഇത് വളരെ പെട്ടെന്ന് പുഷ്പിച്ചു. ഇതെല്ലാം വളരെ പെട്ടെന്ന് പുഷ്പിക്കുകയും ഒപ്പം കായ്കൾ ആയി തീരുകയും ചെയ്തിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്കിത് കാണാൻ സാധിക്കും. നോക്കിയിട്ട് ഇത് ഒഴിച്ചൊരു ഒരാഴ്ച ആയതേ ഉള്ളൂ. ഈ അത്ഭുത വളം ഒഴിച്ച് ഒരാഴ്ച ആയപ്പോഴത്തേന് ഇത് എല്ലാം പുഷ്പിച്ചു തുടങ്ങി. അപ്പോൾ കായ്ഫലമായി തുടങ്ങി. അപ്പം തീർച്ചയായിട്ടും നമുക്ക് വിശ്വസിക്കാം, ഈ അതികഠിനമായ ഉണക്കിനെ അതിജീവിക്കാൻ ഈ ജൈവ ലായനി വളം നമുക്ക് ഉപയോഗപ്പെടുത്താം. ഇനി നമുക്ക് മറ്റൊരു കൃഷിക്ക് ഒഴിച്ചപ്പോൾ, അതായത് നമ്മുടെ കോവലിൻ്റെയും ഈ ചൂട് മുഖേന അതിൻ്റെ കായ്ഫലം കുറഞ്ഞായിരുന്നു. കായ്ഫലം തീരെ കുറഞ്ഞായിരുന്നു. കായ്ഫലം കുറയുകയും അതിൻ്റെ വളർച്ച മുരടിക്കുകയും ചെയ്തായിരുന്നു. ആ സമയത്താണ് ഞാൻ ഈ വളം തയ്യാറാക്കി ഒഴിച്ചു കൊടുത്തത്. അപ്പം ഇതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ, ഈ വളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈർപ്പം നിലനിൽക്കണം. അപ്പം വളരെ പെട്ടെന്ന് ഈ വളം വലിച്ചെടുക്കുകയും ഈർപ്പം നിലനിൽക്കുന്നതുകൊണ്ട് വളരാൻ ഉള്ള ഒരു പ്രേരണയാവുകയും ചെയ്യും. നമുക്കിനി നമ്മുടെ കോവലിനെയും കൂടെ കാഴ്ചകളോടൊന്ന് കാണാം. സുഹൃത്തുക്കളെ, ഈ കോവൽ ഈ ശക്തമായ ഉണക്ക് മുഖേന ഇതിൻ്റെ ഇലകളൊക്കെ അങ്ങ് പഴുത്തായിരുന്നു. കാരണം അത്രമാത്രം ഉണക്കാണ്. രാവിലെ കിഴക്കുന്നിരിക്കുന്ന സൂര്യൻ ആ ശക്തമായ ചൂട് താങ്ങാനാകാതാണ് ഇങ്ങനെ സംഭവിച്ചത്. അപ്പോൾ അങ്ങനെ ഈ അത്ഭുത വളം നമ്മൾ ഒഴിച്ചപ്പോൾ ധാരാളം പൂക്കളൊക്കെ ഉണ്ടായി. നമ്മുടെ കായ്കൾ ഇപ്പോൾ ഇഷ്ടം പോലെ കായ്കൾ ഉണ്ടായി തുടങ്ങുകയാണ്. അപ്പോൾ ഈ വിവരം എനിക്ക് ലഭ്യമായ ഈ വിവരം സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുകയാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഇഷ്ടംപോലെ പൂക്കൾ ഉണ്ടാകുന്നുണ്ട്. ഇഷ്ടംപോലെ പൂക്കൾ ഉണ്ടാകുന്നുണ്ട്, കായ്കളും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ പ്രിയമുള്ളവർ, ഇത്തരത്തിലുള്ള പച്ചക്കറി ചെടികൾ നമ്മുടെ വീടുകളിൽ കൃഷി ഉണ്ടെങ്കിൽ ഈ ഉണക്കിനെ അതിജീവിക്കുവാൻ നമുക്ക് ചെയ്യേണ്ടുന്ന ഒരേ ഒരു കാര്യം, ഇത്തരത്തിലുള്ള ഒരു വളം ലളിതമായിട്ട് നമുക്ക് തയ്യാറാക്കാം. പൈസ ചെലവ് ഒന്നും തന്നെ ഇല്ല. അത് നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിൻ്റെ തണ്ടിലൊന്നും മുട്ടാത്ത രീതിയിൽ ഒഴിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ഒരു പാത്രം, നമ്മൾ ഏത് പാത്രത്തിലാണോ ആ ലായനി വെള്ളം എടുക്കുന്നത്, ആ പാത്രത്തിൻ്റെ 10 ഇരട്ടിയോളം വെള്ളം, മിനിമം 5 ഇരട്ടി മുതൽ മേപ്പോട്ട് 10 ഇരട്ടിയോളം, കൂടിയാലും കുഴപ്പമില്ല, അങ്ങനെ നേർപ്പിച്ച് നമ്മൾ ആഴ്ചയിൽ 2 പ്രാവശ്യം വീതം ഒഴിച്ചു കൊടുക്കുക. ഉണക്കിനെ അതിജീവിക്കും എന്ന് മാത്രമല്ല, ധാരാളം കായ്കൾ ഉണ്ടാവും, ഇഷ്ടംപോലെ ശിഖരങ്ങൾ ഉണ്ടാവും, അതെല്ലാം പുഷ്പിച്ച് കായ്ഫലം ഉണ്ടാവും. നമുക്ക് മുതൽ മുടക്കമൊന്നുമില്ല. അപ്പം പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള ചിലവ് കുറഞ്ഞ കൃഷി രീതികൾ നിങ്ങൾക്ക് കാണാനും ആ കൃഷിക്കാഴ്ചകൾ കാണാനും അത് പരീക്ഷിച്ച് നോക്കാനും ഒക്കെ താല്പര്യമെങ്കിൽ, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള അറിവുകൾ സമാന ചിന്താഗതിയുള്ളവരിലേക്ക് എത്തിക്കാൻ താല്പര്യമെങ്കിൽ, ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ നാളിതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എനിക്ക് വേണ്ട എല്ലാവിധ പ്രോത്സാഹനങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ അഭ്യുദാകാംക്ഷികൾക്കും മാന്യ സുഹൃത്തുക്കൾക്കും കൃത്യമായി നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.